വീട്ടിലെ പ്രസവം എതിർക്കേണ്ടതല്ലേ? പൊതുജനങ്ങളുടെ അഭിപ്രായം കേൾക്കാം. അടുത്തതായി പൊതുജനം സ്പീക്കിംഗ്. നമുക്ക് ആ വീട്ടിലെ പ്രസവം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വരദാനമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പരീക്ഷണങ്ങൾക്ക് മുതിരരുത്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. ആ ഭർത്താവിൻ്റെ ഇതിന് അനാസ്ഥയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ചില കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത്തരം സംഭവങ്ങളൊക്കെ ഇനി ആവർത്തിക്കാൻ പാടില്ല. സർക്കാർ വളരെ ഗൗരവമായ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സർക്കാർ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിത് കേട്ടിട്ട് വളരെ അത്ഭുതമാണ് തോന്നിയത്. നമുക്ക് ഈ കാലത്ത്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഇത് നമ്മൾ പണ്ട് ഇങ്ങനെ വീട്ടിലൊക്കെ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആ കുട്ടി അത് മരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ആസ്പത്രി കൊണ്ടുവന്നതാണ് നല്ലത്. വീട്ടിൽ അപകടമുള്ള കാര്യമാണത്. പണ്ടത്തെ പോലെയൊന്നും ഇപ്പം സാധിക്കില്ലല്ലോ. വീടുകളിൽ ആസ്പത്രിയാണ് എപ്പോഴും ഡോക്ടറെ ചെന്ന് കാണുന്നതാണ് നല്ലത്. അത് ആശുപത്രി പോകണത് നല്ലത്. വീട്ടിൽ പ്രസവിക്കണതിലൊക്കെ നല്ല സുരക്ഷിതം നമുക്ക് ആശുപത്രി പോകണം പ്രസവിക്കണത്. ഒരിക്കലും ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകളും സർക്കാർ ആശുപത്രികളുള്ള സ്ഥിതിക്ക് ഒരിക്കലും വീട്ടിൽ ചെയ്യണത് തെറ്റാണത്. ഒരിക്കലും പാടില്ല. ഏറ്റവും നല്ലത് ഹോസ്പിറ്റൽ തന്നെയാണ്. അതാണ് എൻ്റെ അഭിപ്രായം. ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഹോസ്പിറ്റലിൽ പോകണത് തന്നെയാണ് നല്ലത്. അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകൂലേ? അത് കുട്ടിക്കും അമ്മയ്ക്കും ഒക്കെ തന്നെ പ്രശ്നമായിരിക്കും. അത് ആശുപത്രി പോകണം നല്ലത്. ആശുപത്രിയാണ് ഏറ്റവും സേഫ്. പഴയ കാലമൊക്കെ പോയില്ലേ. പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പോഴത്തെ കാലം. നമ്മുടെ ഭക്ഷണ രീതി എല്ലാ കാര്യങ്ങളെല്ലാം മാറിയില്ലേ. അപ്പോൾ അതിനനുസരിച്ച് കാലം മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറണം. ജീവനാണ് നമ്മൾ സുരക്ഷിതമായി വെക്കേണ്ടത്. അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഉചിതം ആശുപത്രിയിൽ പോകുന്നതാണ് എന്നതാണ് എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ അശാസ്ത്രീയതയെ നമ്മൾ തുറന്നെതിർക്കുക തന്നെ വേണം.